ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് കറൻ്റ്ലി സെപ്പറേഷൻ ഫേസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യമേ തന്നെ നോക്കാം ഈ ഒരു സമയം എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ഉള്ളതെന്ന്. സ്റ്റാർ, ഫൂൾ, 10 ഓഫ് എയർ, 6 ഓഫ് ഫയർ, 3 ഓഫ് എർത്ത്, 3 ഓഫ് വാട്ടർ, Magician, Chariot, 7 of air, Hanged Man, Patience, 4 of fire, Moon, High Priestess, Call, Page of Fire. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള സെപ്പറേഷൻ ഫേസ് മറികടക്കാൻ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അത് എങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ, പ്ലാനിങ് ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുള്ളത് തന്നെ പറയാം. ഇപ്പോൾ ചില റീഡിങ്ങിനകത്തൊക്കെ നമ്മൾ കാണുന്നതാണ് അവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. പക്ഷെ എങ്ങനെ അത് പ്രൊസീഡ് ചെയ്ത് വിചാരിച്ച പോലെ എത്തിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ സെപ്പറേഷൻ ഫേസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെയിൻ അനുഭവിച്ചിട്ടുണ്ടാവണം. അത് ഒരു പക്ഷെ കൂടുതലും നിങ്ങൾ തന്നെ ആയിരിക്കണം. ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസ് എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് നല്ലതുപോലെ ഒരു പെയിൻ അനുഭവിച്ച് മാറി നിൽക്കുന്ന ഒരവസ്ഥയും കൂടി ആയിരിക്കും. ചിലവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ഒരു ഉത്തരം പോലും തരാതെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസ് വന്നു എന്ന് പോലും പറയാതെ പോകുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണാം. ഈ ഒരു പേഴ്സൺ അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്തുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ളത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടുത്തെ ഒരു എനർജീസ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ആ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഫേസിലൂടെ കടന്നു പോകുന്നവരായിരിക്കണം നിങ്ങൾ. കാരണം ഇവിടെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതിനകത്ത് പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും അവർക്കൊരു ബാഡ് ഇമേജ് വന്നിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവാം, അതുവരെയുള്ള ആ ഒരു വിശ്വാസം തകർന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കും. അത് തിരിച്ചു പിടിക്കാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വിശ്വാസം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു ധാരണ ആയിക്കോട്ടെ, അത് വീണ്ടും തിരിച്ചു പിടിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് തല ഉയർത്തി നിൽക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം.
അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അവർക്ക് ഇതിനകത്ത് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഉള്ളുകൊണ്ട് നല്ല രീതിയിൽ ബോധ്യമുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. മാത്രമല്ല അവർക്ക് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരണം. വെറും ഒരു റിലേഷൻഷിപ്പ് ഓണായാൽ പോരാ, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നിങ്ങളോടൊപ്പം ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം എന്നുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് മറ്റൊരു ലെവലിലേക്ക് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനീഷ്യലി ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഉണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നിരിക്കാം. അതായത് ഇപ്പോൾ ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളുണ്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് തിരിച്ച് കിട്ടാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് അഡ്വൈസ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരിവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ള ആ ഒരു സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ തിരിച്ച് കിട്ടാനായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാനായിട്ടൊക്കെ ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ഈ ഒരു സെപ്പറേഷൻ ഫേസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റക്നെസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അപ്പോൾ നിങ്ങളായിട്ടുള്ള ആ ഒരു എൻജോയ്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയാണോ ഈ ഒരു പേഴ്സണിന് ലഭിച്ചിരുന്നത് അതെല്ലാം തിരിച്ച് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഇല്ലാത്തത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത്, ആ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവാം, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞൊരു എനർജീസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയും താല്പര്യത്തോടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവർ അവരുടെ ലൈഫിന് ചിലപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഓക്കെ. പക്ഷേ അവരുടെ ലൈഫിന് കൂടുതലൊരു പ്രാധാന്യം അത് ചിലപ്പോൾ അവരുടെ കരിയർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലായിരിക്കാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചൊരു സെൽഫിഷ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടും കൂടി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ അങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇനിഷ്യലി പറഞ്ഞത് ആഗ്രഹമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം എന്നുള്ള ഒരു വിചാരമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു വ്യക്തിക്കില്ല. കാരണം അതില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവർ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാണ്. മാത്രമല്ല ഇവിടെ അവർ നിങ്ങളുടെ ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അറിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. ഈ ഒരു സെപ്പറേഷൻ ഫേസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കും. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ തന്നിട്ടാണ് പോയതെന്നൊക്കെ അവർക്കറിയാം. അപ്പോൾ അതവർ അവരുടെ ഒരു ഇതിനായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ചില സമയത്ത് നമുക്കറിയായിരിക്കാം എന്താണ് നമ്മളുടെ ഒരു സാഹചര്യം, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് എന്താണ് ചെയ്തത് എല്ലാം അറിയാം. പക്ഷേ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വളരെ സ്റ്റണ്ടായിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ. ആ ഒരു എനർജിയിലാണ് കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ ഉള്ളത്. അവർക്ക് എല്ലാ തിരിച്ചറിവുണ്ട്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്, നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ആ ഒരു സ്റ്റക്നെസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ മാറി മറിയട്ടെ എന്നുള്ളൊരു ആംഗിൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം അവർ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെ സന്തോഷപൂർവ്വം തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു വെയിറ്റിംഗ് ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു സമയമെടുത്തിട്ട് അതിലേക്ക് വരണം എന്നുള്ളൊരു താല്പര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഈ ഒരു നമ്മൾ വെയിറ്റിംഗ് ഫോർ ദ ഡിവൈൻ ടൈം എന്ന് പറയുന്ന പോലെ ആ ഒരു സമയം യൂണിവേഴ്സായിട്ട് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാലം മാറ്റം വരുത്തട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് തുടരുന്നുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് റിവീൽ ചെയ്തിട്ടുള്ള ഒരുപാട് നിഗൂഢതകൾ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവാം. 2 പേർക്കും എന്താണ് പരസ്പരം എന്നുള്ളത് ഒട്ടും അവർ മനസ്സിലാക്കാൻ കഴിയാത്തൊരു രീതിയിലായിരിക്കാം ചിലപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള ഒരു ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് എങ്ങനെ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണം എന്നുള്ള ഒരു അറിവില്ലായ്മ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും അവർക്കൊരു സാഡ്നെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സാഡ്നെസ് ഉണ്ട്. എന്നാൽ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറ്റുന്നില്ല. ആകെ മൊത്തം ഒരു പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് നമ്മൾ പറയില്ലേ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇവർക്ക് ഈ പറഞ്ഞ ആഗ്രഹവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കൺഫ്യൂസ്ഡ്
മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷനിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ പേഴ്സൺ ഉള്ളത്. മാത്രമല്ല അവർ ചിലപ്പോൾ അവരെ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ആരോടും ഷെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അവർക്ക് അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ബോധ്യമുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവർ തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് അവരെ തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കിവിടെ കാണാം. അപ്പോൾ അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നതാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെച്ചിട്ട് അവരുടെ ആ ഒരു ഗട്ട് ഫീലിംഗ് ചിലപ്പോൾ അവർ ട്രസ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിനകത്ത് തോന്നലുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്യുന്നുള്ളൊരു ഡയറക്ഷൻ കിട്ടിയേക്കാം. പക്ഷെ എങ്കിലും നമുക്കത് ആ ഒരു ഇന്നർ വോയിസ് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു ഗട്ട് ഫീലിംഗ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയം കാരണം ചിലപ്പോൾ എടുത്തില്ല എന്നും വരാം. അപ്പം എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അവരുടെ ഒരു മൈൻഡ് സെറ്റ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇന്നർ വോയിസ് എനർജിയിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുത്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആക്ഷൻ എടുക്കണം. ഇങ്ങനെ സ്റ്റണ്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പതിയെ മാറ്റങ്ങൾ വരും എന്ന് വിചാരിച്ച് സ്വന്തമായിട്ട് ആക്ഷൻ എടുക്കാതിരിക്കരുത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ആ ഒരു പേഴ്സൻ്റെ ഗട്ട് ഫീലിംഗ് ഉള്ളത്. പക്ഷേ ഇവിടെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡും കൂടി ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആകെ ഒരു ഡിലൂഷനാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ഒരു എല്ലാ ഇമോഷൻസ്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ ആയിക്കോട്ടെ, അത് അവേക്കൻ ചെയ്യാനുള്ള ഒരു തോന്നലുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ളൊരു പ്രചോദനമുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അതിനായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ അതിനായിട്ടുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് മാറണോ എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മാറാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് കാണാം. പക്ഷെ നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആക്ഷൻ എടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പതിയെ റെഡി ആയിക്കോളും, തീർച്ചയായിട്ടും ഇതിന് മാറ്റം വരും എന്ന് നമ്മൾ സാധാരണയായിട്ട് യൂണിവേഴ്സിനെ ഏൽപ്പിച്ച് നിൽക്കുന്ന പോലെയുള്ള അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫിന് കൂടുതലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതും ചിലപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒരു കാര്യമായേക്കാം. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഇവരുടെ ഒരു എനർജി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന നമ്പർ 17, നമ്പർ 1, നമ്പർ 2, നമ്പർ 7, നമ്പർ 12, നമ്പർ 14, നമ്പർ 18 ആൻഡ് നമ്പർ 20. ഇനി അതുപോലെ സോഡിയക് സൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സോഡിയക് സൈൻസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ക്യാൻസർ, പൈസസ്, സെജിറ്റേറിയസ്, അക്വേറിയസ് ആൻഡ് വിർഗോ. അപ്പോൾ നമുക്കിനി ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അവരുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണെന്നുള്ളതും കൂടി നോക്കാം. ഡെസ്റ്റിനി, ഗിൽറ്റി, സാബോട്ടാഷ്, ഈഗോ, unworthy, reunion and one more, mistakes. ഇവിടെ നമ്മൾ ഈ ഒരു സ്പ്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാം ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ എനർജീസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്പ്രെഡിൽ കണ്ടിട്ടുള്ള സെയിം കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയുള്ള ഈ ഒരു ഫസ്റ്റ് എനർജി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ റീഡിങ്ങിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, അവർക്ക് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ റീകൺസിലേഷൻ, സ്ട്രോങ് ബോണ്ടിങ് എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് കാലക്രമേണ മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സ്
അല്ലെങ്കിൽ ആ ഒരു വിധി ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളൊരു പ്രതീക്ഷ ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അതായത് ആ ഒരു ഗിൽറ്റി കുറ്റബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ്. അതും നമ്മളവിടെ പറഞ്ഞതാണ്. ഈ അവരെന്താണോ പ്രവൃത്തി ചെയ്തത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ അവർക്കൊരു ബോധ്യമുണ്ട്. അവർ സ്വയം ബ്ലെയിം ചെയ്യുന്നുണ്ട്. അവരെ തന്നെ അവർ ഇടയ്ക്ക് കുറ്റപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അതും നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ തന്നെ ഈ ഒരു സാബോട്ടാഷ്, ഐ മിസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. നല്ല കാര്യങ്ങൾ സ്വയമേ അവർ നഷ്ടപ്പെടുത്തിയതായിട്ട് തന്നെ അല്ലെങ്കിൽ നശിപ്പിച്ചതായിട്ട് തന്നെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു നല്ലൊരു ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇപ്പോൾ പാസ്റ്റിൽ പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഈ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി ഒരു കരുതലോടെ പോയിരുന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു പോയിരുന്നെങ്കിൽ അതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സ്വയം പല കാര്യങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണാം. നമ്മൾ അവിടെ നേരത്തെ സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിൽ പറഞ്ഞതാണ്, എന്തൊക്കെയാണോ നഷ്ടപ്പെടുത്തിയത് തിരിച്ചു കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള സന്തോഷം ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരുപാട് അഡ്വൈസൊക്കെ കൊടുത്ത് കൂടെ നിർത്തിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരുപാട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതെല്ലാം അവർക്കിപ്പോൾ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി നമുക്കവിടെ കാണാം. അതുപോലെ തന്നെ ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഈഗോയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ബാധിച്ചതായിട്ട് ആ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അപ്പോൾ നിങ്ങളവരെക്കാൾ എന്തുകൊണ്ടും നല്ലൊരു വ്യക്തിയായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. അങ്ങനെ കാണുക എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് അവർക്കൊരു അൺവർത്തിയായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ റീയൂണിയൻ ആണ് നമുക്കിവിടെ പിന്നെ വന്നിട്ടുള്ളത്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. എത്ര അകന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു റീയൂണിയൻ ഇതിനകത്ത് സംഭവിക്കും എന്നുള്ള ഒരു പേഴ്സൻ്റെ വിശ്വാസമാണ്. അല്ലെങ്കിൽ അവരത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണാം. ആൻഡ് ഫൈനലി ഈ ഒരു എനർജിയാണ് മിസ്റ്റേക്സ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. ഇതും നമ്മളോട് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് അവർക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ തിരുത്തണം, അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു കൊണ്ടുവരാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചു പോയ വ്യക്തിയല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രസ്റ്റ് ഇഷ്യൂസ്, ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇതെല്ലാം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, അല്ല ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് എന്തെല്ലാം ഉണ്ടായി എന്നുള്ളത് ഈ ഒരു പേഴ്സണ് കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തിരുത്തണം, അല്ലെങ്കിൽ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും സെപ്പറേഷൻ ഫേസിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക. ഇവിടെ നിങ്ങളുടെ എനർജി എടുക്കാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ ഈ ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സെപ്പറേഷൻ ഫേസ് മാറാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകളിലുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.